ഹായ് ഓൾ, എല്ലാവർക്കും സ്മാർട്ട് പ്രോ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനും അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഈ കമ്മീഷനുകളിൽ എല്ലാ കമ്മീഷനും നമുക്ക് പറയാം ഭരണഘടനാ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ സ്റ്റാറ്റ്യൂട്ടറി ബോഡീസുമായിട്ട് ഒരുപാട് കമ്മീഷൻസ് പഠിക്കാനുണ്ട്. പക്ഷേ ഈ എല്ലാ കമ്മീഷൻസിനും ഒരുപോലെയല്ല PSC വെയിറ്റേജ് വരാറുള്ളത്. കാരണം എപ്പോഴും സ്ഥിരമായിട്ട് പരീക്ഷകളിൽ ചോദിക്കുന്ന കുറച്ച് കമ്മീഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഓർഡറിലാണ് എടുക്കുന്നത്. അതായത് എല്ലാ കമ്മീഷൻസും ഓർഡറിൽ എടുക്കാതെ കുറച്ചും കൂടെ PSC ഇമ്പോർട്ടൻസ് കൊടുത്ത് ചോദിക്കുന്നത് നമ്മൾ ആദ്യം എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ എടുത്തു കഴിഞ്ഞു. പിന്നെ നമുക്ക് മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കാം. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. പക്ഷേ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. ആ കാര്യങ്ങൾ നമുക്ക് പറയാം. അപ്പോൾ ആദ്യം നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കും. എന്നിട്ടാണ് നമ്മൾ സ്റ്റേറ്റ് അല്ലെ നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷൻ പഠിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വളരെ ക്ലിയർ ആക്കി മനസ്സിലാക്കിയാൽ പിന്നെ സ്റ്റേറ്റ് വളരെ എളുപ്പമാണ്. കാര്യമായിട്ട് അവിടെ പഠിക്കാനൊന്നുമില്ല. പിന്നെ കുറച്ച് ആളുകളുടെ പേരൊക്കെ നമുക്ക് അവിടെ പഠിക്കാനുള്ളൂ. അപ്പോൾ എന്താണ് ഈ മനുഷ്യാവകാശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭരണഘടന ഉറപ്പ് നൽകുന്ന അല്ലെങ്കിൽ അന്താരാഷ്ട്ര ഉടമ്പടികളിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളതും ഇന്ത്യയിലെ കോടതികൾ നടപ്പിലാക്കുന്നതുമായ വ്യക്തിയുടെ ജീവിതം, സ്വാതന്ത്ര്യം, സമത്വം, അന്തസ്സ് എന്നിവയുമായി ബന്ധപ്പെട്ട അവകാശങ്ങളെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മനുഷ്യാവകാശങ്ങൾ എന്ന് വിളിക്കുന്നത്. അപ്പം ഈ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത് ഡിസംബർ 10 അപ്പൊ എന്തുകൊണ്ടാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായത് എന്നും എങ്ങനെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു മനുഷ്യാവകാശ കമ്മീഷനൊക്കെ രൂപീകരിക്കാനുള്ള കാരണം എന്താണെന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പൊ ഇതിൻ്റെ ഒക്കെ മൂല കാരണം എന്ന് പറയുന്നത് ഇയാളാണ്. ആരാണ് അയാൾ? സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. ആരാ പാസ്സാക്കുന്നത്? UNO ആണ് പാസ്സാക്കുന്നത്. അപ്പം നമുക്കറിയാം 1945 പിന്നെ നമ്മുടെ UNO രൂപീകരിക്കുന്നു. UNO എങ്ങനെയാണ് രൂപീകരിക്കുന്നത്? നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഉണ്ടായ അനന്തരഫലങ്ങളിൽ ഒന്നാണ് UNOയുടെ രൂപീകരണം എന്ന് പറയുന്നത്. അപ്പം ഈ രണ്ടാം ലോക മഹായുദ്ധത്തിൽ അത്രയധികം മനുഷ്യാവകാശ ലംഘനങ്ങൾ ഉണ്ടാവുന്നുണ്ട്. അപ്പം ഇനിയൊരു യുദ്ധം തടയാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ UNO ഒക്കെ രൂപീകരിക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശ ലംഘനങ്ങൾ അത്രയധികം ഉണ്ടായത് കൊണ്ട് തന്നെ ഇനി അങ്ങനെ ഉണ്ടാവരുത് എന്നും ഒരു മനുഷ്യന്റെ ഡിഗ്നിറ്റി എന്ന് പറയുന്നത് സംരക്ഷിക്കപ്പെടണം എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? UNO ആദ്യം തന്നെ ഇങ്ങനെ ഒരു സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം പാസാക്കുന്നത്. അപ്പൊ ഇതെപ്പോഴാണ്? 1948 ഡിസംബർ 10 സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം UNO പാസാക്കുന്നത്. ഈ ഡിസംബർ 10 നമ്മൾ എന്തായിട്ട് ആചരിക്കുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എന്നൊട്ട് ആചരിക്കാൻ തുടങ്ങിയത് 1950 മുതലാണ് ഡിസംബർ 10 മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നത്. പിന്നീട് അതിനുശേഷം 1991 പാരീസ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഇത് പ്രകാരമാണ് കമ്മീഷൻസുകളൊക്കെ രൂപീകൃതമാവുന്നത്. ഓക്കെ, അപ്പം ഈ സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ചുവട് പിടിച്ചുകൊണ്ടാണ് ഇന്ത്യ അടക്കമുള്ള മറ്റ് രാജ്യങ്ങളിൽ എന്തുണ്ടാവുന്നത്? മനുഷ്യാവകാശ നിയമം പാസ്സാക്കുന്നത്. അത് കഴിഞ്ഞ് പാരീസ് പ്രിൻസിപ്പിൾ 1991 പ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഈ കമ്മീഷൻസ് ഒക്കെ രൂപീകരിക്കുന്നത്. ഇന്ത്യയിൽ മാത്രമൊന്നുമല്ല കേട്ടോ, ഈ മനുഷ്യാവകാശ കമ്മീഷനിൽ മറ്റ് രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അപ്പം ഇതിന്റെ ഒരു ഫോർമാറ്റ് എന്ന് പറയുന്നത് ഈ പാരീസ് പ്രിൻസിപ്പിൾസ് 1991. ഇതെങ്ങനെ ചോദിക്കാറൊന്നുമില്ല, പക്ഷെ ഇത് ചോദിക്കും. സാർവത്രിക മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയത് എന്നാണ്? 1948 ഡിസംബർ 10. ഡിസംബർ 10 നമ്മൾ മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പൊ ഇതിൽ കൺഫ്യൂഷൻ ഒന്നുമില്ല വിചാരിക്കുന്നു. കാരണം ഈ മനുഷ്യാവകാശ കമ്മീഷൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല, എളുപ്പമുള്ളതാണ്. പക്ഷെ പരീക്ഷയ്ക്ക് വരുമ്പോൾ വളരെ ബുദ്ധിമുട്ടായിട്ട് മാറുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2019 ഒരു ഭേദഗതി വന്നിട്ടുണ്ട്. ചെറിയൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. അപ്പൊ ഈ ചേഞ്ച് ആണ് ആളുകൾക്ക് അതായത് എപ്പോഴും കുട്ടികൾക്ക് സ്റ്റുഡൻസിന് എക്സാമിന് വരുന്ന സമയത്ത് കൺഫ്യൂഷൻ ആവുന്നത്. അപ്പൊ ആ ഒരു കൺഫ്യൂഷൻ നമ്മൾ എന്ത് ചെയ്യും? ഇന്ന് മാറ്റും. രാജ്യത്തെ മനുഷ്യാവകാശങ്ങളുടെ കാവൽക്കാരൻ എന്നൊക്കെ അല്ലെങ്കിൽ വാച്ച് ഡോഗ് ഓഫ് ദി ഹ്യൂമൻ റൈറ്റ്സ് എന്നൊക്കെ വിളിക്കപ്പെടുന്ന ആരെയാണ്? നമ്മൾ ഈ മനുഷ്യാവകാശ കമ്മീഷനെയാണ്. ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണെന്ന് പറഞ്ഞു. എന്താണ് ഈ സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്ന് പറഞ്ഞാൽ? അതായത് ഭരണഘടനാ സ്ഥാപനമല്ല, ഭരണഘടന ഇതര സ്ഥാപനമാണ് അല്ലെ.
അതായത് ഈ മനുഷ്യാവകാശത്തെ കുറിച്ചിട്ടൊന്നും നമുക്ക് എവിടെ കാണാൻ പറ്റില്ല, നമ്മുടെ ഭരണഘടനയിൽ കാണാൻ പറ്റില്ല. ഇത് പാർലമെന്റ് നിയമം മൂലം എന്ത് ചെയ്തിട്ടുള്ളതാണ്, രൂപീകരിച്ചിട്ടുള്ളതാണ്. അതായത് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പാർലമെന്റ് പാസ്സാക്കുന്നത് 1993 സെപ്റ്റംബർ 28. ഓക്കെ, ഈ നിയമപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഈ 2 ഡേറ്റും പഠിച്ചു വെക്കണം, പലതവണ ചോദിച്ചിട്ടുള്ളതാണ്. അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്ന എപ്പോഴാ, 1993 സെപ്റ്റംബർ 28. തൊട്ടടുത്ത മാസം. സെപ്റ്റംബർ കഴിഞ്ഞാൽ ഏതാ മാസം വരുന്നത്, ഒക്ടോബർ ആണ് അല്ലെ. അപ്പം ഈ 28 രണ്ടും കൂടെ ചേർന്നാലല്ലേ 30 ആവുള്ളൂ. അങ്ങനെ ആലോചിച്ചാൽ മതി. ഇവിടെ അടുത്ത മാസം ഒക്ടോബറിലോട്ട് വരുമ്പോഴത്തേക്കും 2 ഇവിടെ വരുന്നത്. അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയൊരു കണക്ഷൻ നമ്പർ മനസ്സിൽ വെക്കുക, എന്നാൽ മാത്രമേ അത് ഓർക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഇന്ത്യയിൽ പാസ്സാക്കുന്നത് 1993 സെപ്റ്റംബർ 28. ഇനി മനുഷ്യാവകാശ കമ്മീഷനോ തൊട്ടടുത്ത മാസം 93 ഒക്ടോബർ 12 നമ്മുടെ കമ്മീഷൻ നിലവിൽ വരുന്നത്. ഇനി ഈ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് മുൻപ് സർദാർ പട്ടേൽ ഭവനായിരുന്നു, പക്ഷെ നിലവിൽ എവിടെയാണ്, മാനവ് അധികാർ ഭവനാണ്. ഇതും ചോദിച്ചിട്ടുണ്ട്, സർദാർ പട്ടേൽ ഭവൻ എന്തിന്റെ ആസ്ഥാനമായിരുന്നു മുൻപ് എന്ന് ചോദിച്ചിട്ടുണ്ട്. എന്തിന്റെയാണ്, മനുഷ്യാവകാശ കമ്മീഷന്റെയാണ്. മാറിപ്പോവരുത്. മനുഷ്യാവകാശ കമ്മീഷന്റെ മുൻപത്തെ ആസ്ഥാനമാണ് എന്ത്, സർദാർ പട്ടേൽ ഭവൻ. നിലവിലേതാണ്, മാനവ് അധികാർ ഭവനാണ്. ഡൽഹിയിലാണ് കേട്ടോ, ഡൽഹിയിലാണ്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് സർവ ഭവന്തു സുഖിന എന്നാണ്. എന്താണ്, സർവ ഭവന്തു സുഖിന. ഇത് 2006 2019 ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പൊ 2006 ഭേദഗതി എന്താ, 2019 ഭേദഗതി എന്താ എന്നൊന്നും ചോദിക്കാറില്ല. പക്ഷെ ഈ മാറ്റം വരുത്തിയ സാധനം എപ്പോഴും എന്ത് ചെയ്യും, നിങ്ങൾക്ക് മാറിപ്പോവാറുണ്ട്. അപ്പൊ അതാണ് നമ്മൾ പറയാ. ഓക്കെ, ആദ്യം ആരാണ് നീക്കം ചെയ്യുന്നത്, നിയമിക്കുന്നത് എന്നൊക്കെ നമുക്കറിയണം. അത് സ്വാഭാവികമായിട്ടും രാഷ്ട്രപതിയാണ്. അതായത് മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ഇപ്പൊ നമ്മൾ കേന്ദ്രമാണ് കേട്ടോ പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ കാര്യമാണ് പറയുന്നത്. സംസ്ഥാനം എത്തിയിട്ടില്ല, അത് നമ്മൾ പിന്നെ പറയുള്ളൂ. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും ആര് തന്നെയാണ്, രാഷ്ട്രപതിയാണ്. ഇനി ഇവർക്ക് നേരത്തെ ഇനി കാലാവധി പൂർത്തിയാകുന്നതിന് മുൻപ് തന്നെ രാജിവെക്കണമെന്നുണ്ടെങ്കിൽ രാജി സമർപ്പിക്കുന്നത് ആർക്കാണ്, രാഷ്ട്രപതിക്കാണ്. ഓക്കെ, ഇനി എങ്ങനെ നീക്കം ചെയ്യാനുള്ള കാരണം എന്ന് വെച്ചാൽ അങ്ങനെ വിശദമായ വലിയ കാരണമൊന്നും പറയുന്നില്ല. ഒന്നുകിൽ ഇൻകപ്പാസിറ്റി ആവാം, ആ ജോലി ചെയ്യാനുള്ള ഇൻകപ്പാസിറ്റിയോ അല്ലെങ്കിൽ പ്രൂവ്ഡ് മിസ്ബിഹേവിയറോ. അപ്പം ആ ഒരു പെരുമാറ്റ ദൂഷ്യമോ തെളിയിക്കപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യാം, രാഷ്ട്രപതിക്ക് നീക്കം ചെയ്യാം. ഇനി കാലാവധി എന്ന് പറയുന്നത് 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. എന്താണ് കാലാവധി, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. നിയമിക്കുന്നത് നീക്കം ചെയ്യുന്നത് അതുപോലെ രാജി സമർപ്പിക്കുന്നതും രാഷ്ട്രപതിക്കാണ്. കാലാവധി 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. ക്ലാസ്സിൽ തന്നെ പഠിച്ചു പോകണം എന്നുള്ളതുകൊണ്ടാണ് റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞു ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളെ നിയമിക്കുന്നത് ആരാണ്, പ്രസിഡന്റാണ്. പക്ഷെ എല്ലായ്പ്പോഴും പറയുന്ന പോലെ പ്രസിഡന്റിന് ഇഷ്ടമുള്ള ആൾ നിയമിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പം ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും, പ്രസിഡന്റിന് കൊടുക്കും. അപ്പൊ ഈ ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ നിയമിക്കപ്പെടേണ്ട ആൾക്കാരെ തീരുമാനിക്കുന്ന ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ഈ സെലക്ഷൻ കമ്മിറ്റി കൊടുക്കുന്ന ആളുകളെയാണ് എന്ത് ചെയ്യുന്നത്, പ്രസിഡന്റ് ഈ കമ്മീഷൻ അംഗങ്ങളായിട്ട് നിയമിക്കുന്നത്. അപ്പൊ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെയാണുള്ളത് നോക്കാം. പ്രധാനമന്ത്രിയുണ്ട്, ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കർ, ലോക്സഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ, രാജ്യസഭ പ്രതിപക്ഷ നേതാവ്. അതായത് ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആൾക്കാർ. അതുപോലെ തന്നെ ഈ ഒരു കമ്മിറ്റിന്റെ ഈ ഒരു സെലക്ഷൻ കമ്മിറ്റിയിൽ നമ്മുടെ പ്രതിപക്ഷത്തിന് എന്തുണ്ട്, നല്ല ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. അതായത് അവരെയും കൂടെ ഇൻക്ലൂഡഡ് ആക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സെലക്ഷൻ കമ്മിറ്റി ആലോചിക്കുക. പ്രധാനമന്ത്രി മെയിൻ ആളാരാ, പ്രധാനമന്ത്രി. ഉറപ്പായിട്ടും പ്രധാനമന്ത്രി ഒരു കമ്മിറ്റിയിൽ ഉണ്ടാകുമ്പോൾ ഉറപ്പായിട്ടും ആ കമ്മിറ്റിന്റെ ചെയർമാൻ ആരായിരിക്കും, പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ തൊട്ടടുത്തുള്ള ആളാരാ, ആഭ്യന്തരമന്ത്രി. പിന്നെ ലോക്സഭാ സ്പീക്കറുമുണ്ട്. അതുപോലെ തന്നെ രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ആണുള്ളത്. അവിടെ ശ്രദ്ധിക്കണം, രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാ, ഉപരാഷ്ട്രപതിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആരാ, രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാനെയാണ്. ലോക്സഭാ പ്രതിപക്ഷ നേതാവുമുണ്ട്, രാജ്യസഭ പ്രതിപക്ഷ നേതാവുമുണ്ട്. അപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണ്, പ്രധാനമന്ത്രി, അദ്ദേഹമാണ് ചെയർമാൻ. ആഭ്യന്തരമന്ത്രിയുണ്ട്, ലോക്സഭാ സ്പീക്കർ ഉണ്ട്,
രാജ്യസഭ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്, ലോകസഭാ പ്രതിപക്ഷ നേതാവും രാജ്യസഭാ പ്രതിപക്ഷ നേതാവും ഉണ്ട്. ഓക്കെ, ഇനി ഈ കമ്മിറ്റിയിലെ അംഗങ്ങൾ ആരൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതായത് തെരഞ്ഞെടുപ്പ് ഈ ഒരു സെലക്ഷൻ കമ്മിറ്റി പ്രസിഡന്റിന് ലിസ്റ്റ് കൊടുത്തു, പ്രസിഡന്റ് നിയമിച്ചു. ഓക്കെ, അപ്പൊ എത്ര പേരെയാണ് നിയമിക്കുന്നത്, അതായത് കമ്മീഷനിലെ ടോട്ടൽ അംഗങ്ങൾ എത്ര പേരുണ്ട്, ആരൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻ എന്തൊക്കെയാണ്, ഇതാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഒരു ചെയർമാനും 5 സ്ഥിരാംഗങ്ങളുണ്ട്. അങ്ങനെ ടോട്ടൽ അംഗങ്ങൾ, അതായത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ എന്ന് പറയുന്നത് എങ്ങനെയാണ്, ചെയർമാൻ ഉൾപ്പെടെ 6 പേരാണ്. അപ്പൊ ചെയർമാൻ ഉൾപ്പെടാതെ എത്ര പേരായിരിക്കും, സ്ഥിരാംഗങ്ങൾ 5 പേരാണ്. അപ്പോൾ ചെയർമാൻ പ്ലസ് 5 മെമ്പേഴ്സ്, അങ്ങനെ ടോട്ടൽ 6 പേര്. ഓക്കെ, ഇനി സ്ഥിരാംഗങ്ങൾ എടുത്തു പറയാൻ കാരണം ഇതിൽ എക്സ് ഒഫിഷ്യോ അംഗങ്ങളുണ്ട്, സ്ഥിരം അല്ലാത്ത കുറച്ച് അംഗങ്ങളുണ്ട്. അങ്ങനെ 7 പേരുണ്ട്. ആ 7 പേര് പഠിക്കാൻ വളരെ എളുപ്പമാണ്, അത് നമുക്ക് പറയാം. അപ്പൊ ചെയർമാൻ പ്ലസ് 5 സ്ഥിരാംഗങ്ങൾ, അങ്ങനെ ടോട്ടൽ എത്ര പേരാണ്, 6 പേരാണ്. എത്രയാണ് ടോട്ടൽ, 6 പേരാണ്. പിന്നെ ഇതിന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്ന സെക്രട്ടറി ജനറൽ ആണ്. ഇതും എന്ത് ചെയ്തിട്ടുണ്ട്, PSC ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ, അതായത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നത് ആരാണ്, അത് ഈ സെക്രട്ടറി ജനറൽ ആണ്. ഇനി ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അതായത് ഒരു ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായിട്ട് ഒരാളെ അപ്പോയിന്റ് ചെയ്യണമെങ്കിൽ അയാൾ എന്ത് ക്വാളിഫിക്കേഷൻ ഉള്ള ഒരാളെയാണ് നിയമിക്കാൻ നോക്കാം. സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. മുൻപ് ഈ ജഡ്ജി ഇല്ലായിരുന്നു, ഇത് 2019 ആഡ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ 2019 ഏതാ ആഡ് ചെയ്തതെന്നൊന്നും അങ്ങനെ പഠിക്കണമെന്നില്ല, അതൊന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ഒരു മാറ്റം വന്നത് എന്ത് ചെയ്യുക, മനസ്സിലാക്കാം. അപ്പൊ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി. അപ്പോൾ ഇതിങ്ങനെ ആലോചിച്ചാൽ മതി, ഇതെന്താ രാജ്യത്തെ മൊത്തം കാര്യമാണ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനാണ്. അപ്പൊ ഏറ്റവും ടോപ്പിലുള്ള ആൾക്കാരെ നിയമിക്കുള്ളൂ. അപ്പൊ സുപ്രീം കോടതി തന്നെ. അപ്പൊ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് ആണ് ആലോചിക്കുക. കാരണം നമ്മൾ അല്ലെങ്കിൽ തന്നെ ചീഫ് ജസ്റ്റിസിന് ഒരുപാട് പണിയുണ്ട്. അപ്പൊ അതിന്റെ കൂടി ഇതും കൂടെ കൊടുത്താൽ വലിയ പണിയായില്ലേ. അപ്പൊ അതുകൊണ്ട് റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് കേട്ടോ. ഓക്കെ, ജഡ്ജി. ഇനി അടുത്തൊരു അംഗത്തിന്റെ ക്വാളിഫിക്കേഷൻ, ഇത് ചെയർമാന്റെ ക്വാളിഫിക്കേഷനാണ് പറഞ്ഞത്. ഇനി ബാക്കി അംഗങ്ങളുണ്ട്, 5 അംഗങ്ങളുണ്ട്. ആ 5 അംഗങ്ങളുടെ കാര്യമാണ് നമ്മൾ പറയുന്നത്. ഈ പഠിക്കുന്ന സമയത്ത് ഓരോന്ന് കൃത്യമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കിയിട്ട് പോട്ടോ. ഇപ്പൊ നമ്മൾ ചെയർമാന്റെ കാര്യം പറഞ്ഞു, ഇനി ബാക്കി അംഗങ്ങളുടെ കാര്യം. ഒന്നുകിൽ സുപ്രീം കോടതി റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ് ജഡ്ജി, അതായത് സുപ്രീം കോടതിയിലെ റിട്ടയർഡോ അല്ലെങ്കിൽ നിലവിലിരിക്കുന്നതോ ആയിട്ടുള്ള ഒരു ജഡ്ജിയാണ്. ഓക്കെ, ഒന്നാമത്തെ മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. രണ്ടാമത്തെ മെമ്പറിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, നിലവിലെ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്. ആരാണ്, നിലവിലെ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. ഇനി വേണ്ടത് മനുഷ്യാവകാശങ്ങളെ കുറിച്ചുള്ള പ്രായോഗിക അറിവ് നേടിയവർ എത്ര പേര് വേണം, 3 പേരാണ്. അതിൽ ഒരാൾ എന്തായിരിക്കണം, സ്ത്രീയും ആയിരിക്കണം. മുൻപ് ഇത് 2 ആയിരുന്നു, അതുപോലെ ഒരാൾ സ്ത്രീ ആയിരിക്കണം എന്നൊന്നും എടുത്ത് പറയുന്നുണ്ടായിരുന്നില്ല. ഈ ഭേദഗതിക്ക് ശേഷമാണ് ഇങ്ങനെ 3 പേരാണ് വേണ്ടതെന്നും അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം എന്നുള്ള കാര്യം എടുത്ത് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു 5 സ്ഥിരാംഗങ്ങൾ പ്ലസ് ചെയർമാൻ, ടോട്ടൽ 6 അംഗങ്ങളാണ്. അതിൽ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്, സുപ്രീം കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ്. ഇനി മെമ്പേഴ്സിന്റെ ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ സുപ്രീം കോടതിയിലെ റിട്ടയർഡ് അല്ലെങ്കിൽ സെർവിങ് ജഡ്ജി, നിലവിലെയോ അല്ലെങ്കിൽ വിരമിച്ചതോ ആയ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. പിന്നെ മനുഷ്യാവകാശങ്ങളെ കുറിച്ച് പ്രായോഗിക അറിവ് നേടിയവർ 3 പേരാണ്. അതിലൊരാൾ സ്ത്രീ ആയിരിക്കണം. ഓക്കെ, ഇനി എക്സ് ഒഫിഷ്യോ അംഗങ്ങൾ 7 പേരുണ്ട് നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പൊ അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം ഒരുവിധപ്പെട്ട ബാക്കി എല്ലാ കമ്മീഷന്റെയും ചെയർപേഴ്സൺമാര് എന്താണ്, ഈ പറഞ്ഞ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗമാണ്. അതായത് ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, പട്ടികവർഗ കമ്മീഷൻ, പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, ഭിന്നശേഷി കമ്മീഷൻ, ബാലാവകാശ കമ്മീഷൻ, പിന്നാക്ക കമ്മീഷൻ ഒക്കെ എന്താണ്, നമ്മുടെ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ അംഗങ്ങളാണ്. അപ്പൊ ഈ 3 കമ്മീഷനും ഈ പറയുന്ന പോലെ തന്നെ 2019 ആഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എക്സ് ഒഫിഷ്യോ അംഗങ്ങളുടെ എണ്ണം ചോദിച്ചാൽ എത്രയാ പറയാ, 7 ആണ് പറയേണ്ടത്. സെലക്ഷൻ കമ്മിറ്റി നമ്മൾ പറഞ്ഞു. ഇനി എന്തൊക്കെ ആണ് ഇവരുടെ പ്രധാനമായിട്ടുള്ള ഡ്യൂട്ടീസ് എന്ന് നമുക്ക് നോക്കാം. അതുപോലെ തന്നെ ഡ്യൂട്ടീസ് മാത്രമല്ല, കുറച്ച് എപ്പോഴും PSC സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന കാര്യങ്ങളുണ്ട്, കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ആ കാര്യങ്ങളാണ് പറയുന്നത്.
ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മൾ ആലോചിക്കും, മനുഷ്യാവകാശ കമ്മീഷൻ വലിയ പുള്ളിയാണ്, അപ്പോൾ ഇവർക്ക് ശിക്ഷിക്കാനും ഒക്കെ പറ്റും നമ്മൾ ആലോചിക്കും. ഇല്ല, ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അതുപോലെ തന്നെ ഇവർക്ക് എന്തെങ്കിലും സാമ്പത്തിക സഹായം നൽകാൻ പറ്റുമോ? അതുമില്ല. അതും എന്താണ് ഈ പറയുന്ന ഇങ്ങനെ മോണിറ്ററി ബെനിഫിറ്റ് കൊടുക്കണമെന്നോ അല്ലെങ്കിൽ ഒരു റിലീഫ് കൊടുക്കണമെന്ന് ഗവൺമെന്റിനോട് അല്ലെങ്കിൽ കൺസേൺഡ് അതോറിറ്റിനോട് ഒരു റെക്കമെൻഡേഷൻ വെക്കാൻ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇവർക്ക് പറ്റുള്ളൂ. അല്ലാതെ ഇവർക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. അതിൽ തന്നെ ഗവൺമെന്റ് ഇവർ പറയുന്ന അതേപോലെ തന്നെ ചെയ്യണമെന്ന് ബൈൻഡിങ്ങും അല്ല കേട്ടോ, അതും കൂടെ മനസ്സിലാക്കുക. അപ്പോൾ ശിക്ഷാ നടപടികൾ ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കൂ. ഓക്കെ, ഇനി സിവിൽ കോടതിയുടെ അധികാരം എന്താണോ അത് എന്തുണ്ട്, എൻക്വയറി സമയത്ത് മനുഷ്യാവകാശ കമ്മീഷന് ഉണ്ട്. കാരണം പിന്നെ ഏതാളുകളെയും വിളിച്ചു വരുത്താനും അതുപോലെ അങ്ങനത്തെ കാര്യങ്ങൾ, അതായത് ആ കോടതിയുടെ ഇതൊക്കെ എൻക്വയറി നടക്കുന്ന സമയത്താട്ടോ, ആ കോടതിക്കുള്ളതായിട്ടുള്ള അധികാരങ്ങൾ ആർക്കുണ്ട്, ഈ പറഞ്ഞ കമ്മീഷന് ഉണ്ട്. അതുപോലെ മനുഷ്യാവകാശ കോടതികൾ സ്ഥാപിക്കണമെന്ന് നമ്മുടെ മനുഷ്യാവകാശ നിയമത്തിൽ പറയുന്നുണ്ട്. പിന്നെ ഇവർക്ക് എന്താ പറയാ, ആരെങ്കിലും പരാതി കൊടുക്കാൻ വേണ്ടിയിട്ടൊന്നും കാത്തിരിക്കേണ്ട ആവശ്യമില്ല, സ്വമേധയാ കേസെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. നഷ്ടപരിഹാരവും ശിക്ഷാ നടപടികളും ശുപാർശ ചെയ്യാൻ മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് സ്ഥിരമായിട്ട് ചോദ്യം വരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത്, എപ്പോഴും നമുക്ക് ന്യൂസിൽ ഈ മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാർത്തകൾ കാണാൻ പറ്റും. കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു എന്നാണ് നമ്മൾ എപ്പോഴും കാണാറുള്ളത്. അപ്പൊ അതുകൊണ്ടാണ് സ്ഥിരമായിട്ട്, എസ്പെഷ്യലി 10th ലെവൽ എക്സാമിന് സ്ഥിരമായിട്ട് വരുന്ന ഭാഗമാണ് ഈ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കാണ്, കേന്ദ്ര ഗവൺമെന്റിനാണ്. അതുപോലെ ഇവര് സംസ്ഥാന ഗവൺമെന്റിന്റെയോ കേന്ദ്ര ഗവൺമെന്റിന്റെയോ ഒന്നും മറ്റ് അതായത് ലാഭവിഹിതം പറ്റുന്ന യാതൊരു വിധത്തിലുള്ള മറ്റ് പദവികളൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല, ഇവർക്ക് വഹിക്കാൻ വേണ്ടിയിട്ട് അർഹരല്ല എന്നുള്ളതാണ്. പിന്നെ ഈ അംഗങ്ങൾ എന്ത് ചെയ്യാൻ പറ്റും, വീണ്ടും നിയമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. വീണ്ടും നിയമിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. ഇനി ആദ്യ ചെയർമാൻ സ്ഥിരം ചോദിക്കുന്നതാണ്, രംഗനാഥ മിശ്രയാണ് ആദ്യത്തെ ചെയർമാൻ. നിലവിലെ ചെയർമാൻ ആളിപ്പോൾ പുതുതായിട്ട് മാറിയിട്ടുണ്ട്. അപ്പം ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിൻ്റെ ഒക്കെ സമയം ഇപ്പം പെട്ടെന്ന് ഇനി മാറാൻ സാധ്യതയില്ല. പക്ഷെ എപ്പോഴും നിങ്ങൾ എക്സാമിൻ്റെ ആ ഒരു മന്ത് എന്ത് ചെയ്യണം, നിലവിലുള്ള ആളുകളുടെ ഒക്കെ ഒന്ന് വെബ്സൈറ്റ്, അതായത് കമ്മീഷൻസിൻ്റെയും കാര്യങ്ങളൊക്കെ വെബ്സൈറ്റ് എടുത്ത് നോക്കി എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നൊക്കെ എന്ത് ചെയ്യാൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പം ആദ്യ ചെയർമാൻ ആരാണ്, രംഗനാഥ മിശ്രയാണ്. നിലവിലെ ചെയർമാന് മാറിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതെന്ത് ചെയ്യണം, അപ്ഡേറ്റ് ചെയ്ത് എപ്പോഴും പഠിക്കാം. ഇനി മലയാളിയായിട്ടുള്ള ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ മലയാളിയായിട്ടുള്ള ആദ്യ ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. ആരാണ്, KG ബാലകൃഷ്ണൻ. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാകുന്ന ആദ്യ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. അപ്പം ആദ്യ ചെയർമാൻ, അപ്പം നിങ്ങൾ ആലോചിച്ച് ഈ രംഗനാഥൻ എന്നൊക്കെയുള്ള പഴയ പേരല്ലേ, ഇപ്പോഴൊക്കെ ആർക്കെങ്കിലും നമ്മൾ രംഗനാഥൻ എന്നൊക്കെയുള്ള പേര് കാണുമോ? അപ്പം തന്നെ ആ ഒരു ആൻസർ ഓപ്ഷൻ നമുക്ക് എത്താൻ പറ്റും. ആദ്യ ചെയർമാൻ രംഗനാഥ മിശ്രയാണ്. ഓക്കെ, നിലവിലുള്ള ഞാൻ പറയുന്നില്ല വീണ്ടും, കാരണം ഇതിലൊക്കെ മാറ്റം വരുന്നുള്ളതുകൊണ്ട്. ഇനി മലയാളിയായിട്ടുള്ള ആദ്യത്തെ ചെയർമാനാണ് KG ബാലകൃഷ്ണൻ. ഇനി മനുഷ്യാവകാശ കമ്മീഷനിൽ അംഗമാണ്, അല്ലാതെ ചെയർമാൻ അല്ല, അംഗമാകുന്ന ആദ്യത്തെ മലയാളി വനിതയാണ് ഫാത്തിമ ബീവി. ഇനി നിങ്ങൾ ബാക്കിയുള്ള 8 പേരെയും കൂടെ പഠിക്കണം. നിലവിലുള്ള ആള് 9ാമത്താണ് അല്ലെ, അരുൺകുമാർ മിശ്രയാണ് അല്ലെ. തൊട്ട് മുമ്പുണ്ടായിരുന്നത് അരുൺകുമാർ മിശ്രയാണ്. അപ്പം ഇതിനു മുമ്പ് PSC എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ഓർഡർ ആക്കാൻ വേണ്ടിയിട്ടല്ല, താഴെ കൊടുത്തിരിക്കുന്നവർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ പദവി വഹിക്കാത്ത വ്യക്തി ആരെന്ന് പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, നിങ്ങളിത് പഠിക്കണം. ആദ്യത്തെ ആള് നമുക്കറിയാം ആരാണ്, രംഗനാഥ മിശ്ര. പിന്നെ വരുന്നത് MN വെങ്കിടാചല്യ, മൂന്നാമത്തത് JS വർമ്മ, നാലാമത്തത് AS ആനന്ദ്, അഞ്ചാമത്തത് S രാജേന്ദ്ര ബാബു, ആറാമത്തെയാണ് KG ബാലകൃഷ്ണൻ, 7 HL ദത്ത്, 8 അരുൺകുമാർ മിശ്ര, 9 നമുക്കറിയാം ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ആള്. ഓക്കെ, ഇനി ഫസ്റ്റ് നമ്മൾ പറഞ്ഞു പ്രധാനപ്പെട്ട കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് സെക്രട്ടറി ജനറൽ ആണ്. അപ്പൊ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത് RV പിള്ളയാണ്. നിലവിലുള്ള ആളുടെ പേര് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, കൊടുത്തിട്ടുണ്ട്. ഓക്കെ,
അപ്പം ഇത്രയാണ് നമുക്ക് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്. അപ്പം ചിലപ്പോൾ ആലോചിക്കുമ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ ഫുള്ള് കൺഫ്യൂഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും എന്നൊക്കെ തോന്നാറുണ്ട് അല്ലേ. പക്ഷേ ഇത് ക്ലിയർ ആയിട്ട് ഒറ്റ തവണ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഒന്ന് നോട്ട് ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് മാർക്ക് പോവുകയില്ല. പിന്നെ നമ്മുടെ പുതിയ മാറി വന്നിട്ടുള്ള SCERT ടെക്സ്റ്റ് ബുക്കിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ പറ്റിയിട്ട് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നോക്കാം. ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ കുറച്ച് ഭാഗം ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ചിട്ട്. അതും കൂടെ ഒന്ന് നമുക്കറിയാം. ഇതേ സെയിം കണ്ടന്റ് തന്നെയാണ് പറയുന്നത്, എന്നാലും നമുക്ക് ലാസ്റ്റ് അതൊന്ന് വായിക്കുമ്പോൾ ഒരു റിവിഷൻ ആവും. അപ്പം ആദ്യം നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 1993 രൂപീകരിക്കപ്പെടുന്നത്. പക്ഷേ അതേ വർഷമല്ല നമ്മുടെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കപ്പെടുന്നത്. അത് 1998 1998 ഡിസംബർ 11 എന്ത് ചെയ്യുന്നത്, നമ്മുടെ കേരള മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിക്കുന്നത്. ഇനി നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്, അതുപോലെ അവർ രാജി സമർപ്പിക്കുന്നത്, നീക്കം ചെയ്യുന്നതൊക്കെ രാഷ്ട്രപതിയാന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഇവിടെ വ്യത്യാസമുണ്ട്. ഇവിടെ ഇതൊരു ട്രിക്കി ആയിട്ടുള്ള ഒരു കാര്യം, അതായത് നമുക്ക് കുറച്ച് എക്സാമിന് വരുന്ന സമയത്ത് തെറ്റിപ്പോകാൻ സാധ്യതയുള്ളതും ഇവിടെയാണ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണറാ, പക്ഷെ നീക്കം ചെയ്യുന്നത് ആരാ, പ്രസിഡന്റ്. അപ്പൊ ഇവിടെ നമ്മൾ ആലോചിച്ച് പോകും, സ്റ്റേറ്റ് ആണല്ലോ, നിയമിക്കുന്ന എന്തായാലും ഗവർണർ നമുക്കറിയാം. അപ്പൊ നീക്കം ചെയ്യുന്നതും ഗവർണർ നമ്മൾ ആലോചിക്കും. അങ്ങനെ ആലോചിക്കരുത്, നിയമിക്കുന്നത് മാത്രമാണ് ഗവർണർ, നീക്കം ചെയ്യുന്നത് ആരാണ്, അത് പ്രസിഡന്റ് ആണ്. ഇവിടെ അംഗങ്ങൾ എന്ന് പറയുന്നത് 3 പേരാണ്. ഇവിടെ അംഗങ്ങൾ എത്രയാണ്, അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം എത്രയാണ്, 3 നമുക്കറിയാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ, അതായത് ചെയർപേഴ്സൺ പ്ലസ് 5 അംഗങ്ങൾ ചേർന്നിട്ട് അങ്ങനെ ടോട്ടൽ 6 വരുന്നത്. പക്ഷെ സ്റ്റേറ്റിലോട്ട് വരുമ്പോൾ അത് എത്രയാണ്, 3 വരുന്നത്. ഇനി കാലാവധി സെയിം തന്നെയാണ്, 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്, ഏതാണോ ആദ്യം. ഇനി ആസ്ഥാനം, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത് തിരുവനന്തപുരമാണ്. നമുക്ക് 3 അംഗങ്ങളാണെന്ന് നമ്മൾ പറഞ്ഞു. അതിലൊരു ചെയർപേഴ്സൺ പ്ലസ് 2 അംഗങ്ങൾ, അങ്ങനെയാണ് 3 പേര് എന്ന് പറയുന്നത്. ഇവരുടെ ക്വാളിഫിക്കേഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ എന്താണ്, ഹൈക്കോടതി, നമ്മുടെ സംസ്ഥാനം, നമ്മൾ ദേശീയ പറഞ്ഞപ്പോൾ സുപ്രീം കോടതിയുടെ കാര്യമല്ലേ പറഞ്ഞത്, സുപ്രീം കോടതിയിലെ ജഡ്ജാ വരുന്നത് അല്ലേ. അപ്പൊ ഇവിടെ നോക്കുന്ന സമയത്ത് എന്താണ്, ഹൈക്കോടതിയിലെ റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇങ്ങനെ ആലോചിച്ചാൽ മതി. ചെയർമാന്റെ ക്വാളിഫിക്കേഷൻ പറയുമ്പോൾ കേന്ദ്രത്തിൽ സുപ്രീം കോടതിയാണ്, സംസ്ഥാനത്ത് വരുമ്പോൾ ഹൈക്കോടതിയായിട്ട് മാറും. ഹൈക്കോടതി റിട്ടയർഡ് ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിയാണ് ചെയർമാൻ ആകാനുള്ള യോഗ്യത. ഇനി നമ്മൾ അംഗങ്ങളുടെ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ റിട്ടയർഡ് ആയതോ അല്ലെങ്കിൽ നിലവിലുള്ളതോ ആയിട്ടുള്ള ഹൈക്കോടതി ജഡ്ജിയാണ് ഹൈക്കോടതി ജഡ്ജി. അതല്ലെങ്കിൽ ഡിസ്ട്രിക്ട് ജഡ്ജിയായി, അതായത് ജില്ലാ ജഡ്ജിയായിട്ട് 7 വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരാൾക്കും എന്ത് ചെയ്യാം, മനുഷ്യാവകാശ കമ്മീഷൻ അംഗമാവാനുള്ള യോഗ്യതയുണ്ട്. അപ്പൊ ഇത് അംഗത്തിന്റെ യോഗ്യതയാണ് ഇവിടെ പറയുന്നത്. ഒന്നുകിൽ സെർവിങ് അല്ലെങ്കിൽ റിട്ടയർഡ് ഹൈക്കോടതി ജഡ്ജി, അതല്ല എന്നുണ്ടെങ്കിൽ ജില്ലാ ജഡ്ജിയായിട്ട് 7 വർഷത്തെ പ്രവൃത്തി പരിചയം. പിന്നെ ഒരംഗം എന്ന് പറയുന്നത്, ഇത് നമ്മൾ പറഞ്ഞു ടോട്ടൽ 3 പേരാണ്, അതായത് ഒരു ചെയർപേഴ്സൺ പ്ലസ് 2 അംഗങ്ങൾ. ചെയർപേഴ്സന്റെ ക്വാളിഫിക്കേഷൻ ആണ് നമ്മൾ ഈ പറഞ്ഞത്. ഇത് ഒരംഗത്തിന്റെ ക്വാളിഫിക്കേഷൻ. ഇനി ഒരംഗം എന്താണ്, മനുഷ്യാവകാശങ്ങളിൽ പ്രായോഗിക അറിവ് നേടിയ വ്യക്തി എന്ന് മാത്രമേ പറയുന്നുള്ളൂ, വേറെ പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അങ്ങനെ ടോട്ടൽ അംഗങ്ങൾ എത്രയാണ്, 3 പേരാണ്. ഓക്കെ, അപ്പം ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 6 ആണെങ്കിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ഇനി ഇവിടെയും ഒരു സെലക്ഷൻ കമ്മിറ്റി ഉണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നമ്മളൊരു സെലക്ഷൻ കമ്മിറ്റി പറഞ്ഞു അല്ലെ. ഇവിടെ ആരൊക്കെ ചേർന്നിട്ടാണ് നമ്മുടെ ഈ അംഗങ്ങളെ തീരുമാനിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല്, അവിടെ പ്രധാനമന്ത്രി ആണെങ്കിൽ സെലക്ഷൻ കമ്മിറ്റി, ഇവിടെ ആരാണത്, മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ള കമ്മിറ്റി. ആഭ്യന്തര മന്ത്രിയുണ്ട്, നിയമസഭാ സ്പീക്കറും നിയമസഭാ പ്രതിപക്ഷ നേതാവും. നമുക്കിവിടെ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭയൊന്നും ഇല്ലാത്തതുകൊണ്ട് നിയമസഭയുടെ കാര്യം മാത്രമേ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാനുള്ളൂ, പറയാനുള്ളൂ. കേന്ദ്രത്തിലാവുമ്പോൾ നമ്മൾ രാജ്യസഭയിൽ ലോകസഭയിൽ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവും രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവും ഒക്കെ അവിടുത്തെ സെലക്ഷൻ കമ്മിറ്റിയിൽ വരുന്നത്. ഓക്കെ, അപ്പം ഈ മനുഷ്യാവകാശ കമ്മീഷൻ ഒക്കെ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കുക. എപ്പോഴും കേന്ദ്രവും സ്റ്റേറ്റും കൂടെ വരുമ്പോൾ പിന്നെ കൺഫ്യൂഷൻ ആവരുത്, കേന്ദ്രത്തിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ, അതുപോലെ സ്റ്റേറ്റിലെ സെലക്ഷൻ കമ്മിറ്റിയിൽ ആരൊക്കെ എന്നുള്ള കാര്യം. ഇവിടെ മുഖ്യമന്ത്രി, ആഭ്യന്തരമന്ത്രി, നിയമസഭാ സ്പീക്കർ,
നിയമസഭാ പ്രതിപക്ഷ നേതാവ്. ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ ചെയർപേഴ്സൺ, ഇതുവരെയുള്ള ചെയർപേഴ്സൺ ഒക്കെ നമ്മൾ പഠിച്ചതുപോലെ തന്നെ ഇവിടെയും നമുക്ക് പഠിക്കണം. പക്ഷേ ഇവിടെ എന്ന് പറയുന്നത് ആദ്യത്തെ ചെയർമാനും അതുപോലെ തന്നെ ആ സമയത്ത് ബാക്കി 2 അംഗങ്ങളുടെ പേരുകളും ചേർത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അത് പഠിക്കണം. ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്നത് ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ളയാണ്. ആ സമയത്ത് അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്ന 2 അംഗങ്ങൾ ആരൊക്കെയാണ്? ഡോക്ടർ S ബലരാമനും TK വിൽസണും ആണ്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം, ഇത് പഠിക്കണം. PYQ ആയതുകൊണ്ടാണ് പഠിക്കണം എന്ന് പറയുന്നത്. നോർമലി നമ്മൾ അങ്ങനെ അംഗങ്ങളുടെ പഠിക്കില്ലല്ലോ. അപ്പൊ ആദ്യത്തെ ചെയർമാൻ എന്ന് പറയുന്ന ആരാണ്? ജസ്റ്റിസ് MM പരീത് പിള്ള. എന്താണ്? ജസ്റ്റിസ് MM പരീത് പിള്ള. പിന്നെ 2 അംഗങ്ങൾ ആരൊക്കെയാണ്? ഡോക്ടർ S ബലരാമനും TK വിൽസണും. ആരൊക്കെയാണ്? ഡോക്ടർ S ബലരാമനും TK വിൽസണും. ഓക്കെ. അപ്പം പരീതിന് നല്ല ബലമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വില്ലുണ്ട്. അങ്ങനെ ആലോചിച്ചാൽ മതി. പരീതിന് എന്താണ്? നല്ല ബലമുണ്ട്, അതുകൊണ്ട് തന്നെ നല്ല വില്ലുണ്ട്. അപ്പൊ നമുക്ക് പരീത് പിള്ള, ബലരാമൻ, വിൽസൺ എന്നുള്ളത് ഇങ്ങനെ ഒരു സാധനം മനസ്സിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഓപ്ഷനിൽ കാണുമ്പോൾ അങ്ങ് എടുക്കാൻ പറ്റും. ഓക്കെ. ഇനി നിലവിൽ ആരാണ്? അലക്സാണ്ടർ തോമസ് ആണ്. നിലവിലുള്ള സെക്രട്ടറി ജനറൽ T വിജയകുമാർ ആണ്. നമ്മൾ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ പറഞ്ഞു കാര്യനിർവഹണ ഉദ്യോഗസ്ഥനുണ്ട്, അതാണ് എന്ത്? സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിലെയും പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് ആരെന്ന് പറയുന്നത്? സെക്രട്ടറി ജനറൽ. ഇനി ആർക്കാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സംസ്ഥാന സർക്കാരിനാണ്. ഓക്കെ. അപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് വായിക്കാം. അപ്പൊ കംപ്ലീറ്റ് നിങ്ങൾക്ക് ഒന്ന് കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഒരു പിക്ചർ കിട്ടും. നോക്കിക്കേ. പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇത് എപ്പോഴാണ് രൂപീകരിച്ചിട്ടുള്ളത്? 1993 ഒക്ടോബർ 12. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ചത് നമ്മൾ പറഞ്ഞു 1993 ഒക്ടോബർ 12. ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണ് കമ്മീഷൻ ഉള്ളത്. നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്, ഞാൻ വെറുതെ ഒന്ന് വായിച്ചു പോകുന്നത് മാത്രമേ ഉള്ളൂ കേട്ടോ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. ആരാണ്? വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും അധ്യക്ഷൻ. രാഷ്ട്രപതിയാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി. ഓക്കെ. ഇനി നിയമം നിലവിൽ വന്നത് എപ്പോഴാന്ന് ഇവിടെ പറയുന്നുണ്ട്? 1993 സെപ്റ്റംബർ 28. അത് കഴിഞ്ഞിട്ട് സെപ്റ്റംബർ അടുത്ത മാസമാണ് അല്ലേ, ഒക്ടോബർ 12 എന്ത് ചെയ്തു? നിലവിൽ വന്നു. ഈ നിയമത്തിൽ മനുഷ്യാവകാശ കോടതി, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ, ദേശീയ പട്ടികജാതി കമ്മീഷൻ, ദേശീയ വനിതാ കമ്മീഷൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്നിവയെ കുറിച്ചിട്ട് എന്തുണ്ട്? നിർവചിച്ചിട്ടുണ്ട്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, ചെയർപേഴ്സൺ ഉൾപ്പെടെയുള്ള അംഗങ്ങളുടെ നിയമനം, നീക്കം ചെയ്യൽ, കാലാവധി, കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ, അധികാരങ്ങൾ തുടങ്ങിയവയൊക്കെ ഈ നിയമത്തിൽ പ്രതിപാദിക്കുന്നു. കമ്മീഷന്റെ അന്വേഷണ നടപടിക്രമം, റിപ്പോർട്ട് സമർപ്പിക്കൽ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ രൂപീകരണം, പ്രവർത്തന അന്വേഷണ നടപടിക്രമങ്ങൾ ഇവയും ഈ നിയമത്തിൽ നിഷ്കർഷിക്കുന്നു. പിന്നെയോ ജീവനും സ്വാതന്ത്ര്യത്തിനും തുല്യ പരിഗണനയ്ക്കും അന്തസ്സിനും വേണ്ടി ഭരണഘടന ഉറപ്പാക്കിയിട്ടുള്ളതോ ഇന്ത്യ അംഗീകരിച്ച അന്തർദേശീയ ഉടമ്പടികൾ പ്രകാരം നടപ്പിൽ വരുത്താവുന്നതോ ആയ അവകാശങ്ങളെയാണ് മനുഷ്യാവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇനി മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ ഇതാ ഇവിടെ പറയുന്നുണ്ട്. മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച പരാതികളിൽ മേൽ അന്വേഷണം നടത്തുക, മനുഷ്യാവകാശ ലംഘനം സംബന്ധിച്ച കോടതി നടപടികളിൽ കക്ഷി ചേരുക, ജയിലുകൾ, പുനരധിവാസ കേന്ദ്രങ്ങൾ മുതലായവ സന്ദർശിച്ച് പരിഷ്കരണ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുക. മനുഷ്യാവകാശ പരിരക്ഷാ സംവിധാനങ്ങളുടെ നിർവഹണവും ഫലപ്രാപ്തിയും വിലയിരുത്തി നിർദ്ദേശങ്ങൾ നൽകുക. മനുഷ്യാവകാശത്തെ സംബന്ധിച്ച അന്തർദേശീയ കരാറുകൾ, പ്രഖ്യാപനങ്ങൾ തുടങ്ങിയവ വിശകലനം ചെയ്ത് നടപടികൾ സ്വീകരിക്കുക. നിയമപാലകർ ഉൾപ്പെടെയുള്ള പൊതുസേവകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന മനുഷ്യാവകാശ ലംഘനങ്ങളും ഇവ തടയുന്നതിൽ വരുത്തുന്ന വീഴ്ചകളും പരിശോധിച്ച് നടപടികൾ എടുക്കുക. അപ്പൊ ഇതൊക്കെയാണ് എന്ത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചുമതലകൾ. ഇനി സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്നുണ്ട്.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷന് സമാനമായി സംസ്ഥാനങ്ങളിലും മനുഷ്യാവകാശ കമ്മീഷനുകൾ നിലവിലുണ്ട്. 1998 ഡിസംബർ 11 എന്ത് അതായത് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് കമ്മീഷനിലുള്ളത്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും ചെയർപേഴ്സൺ. ഓക്കെ, ഗവർണറാണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. പക്ഷെ റിമൂവ് ചെയ്യുന്നത് ആരാണ്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ അത് പ്രസിഡന്റ് ആയിരിക്കും. നിയമിക്കുന്ന ഗവർണർ, റിമൂവ് ചെയ്യുന്നത് പ്രസിഡന്റ് ആയിരിക്കും. അപ്പൊ ഇത്രയാണ് ഈ ഒരു ടോപ്പിക്കിൽ പറയാനുള്ളത്. ഈ ഒരു ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ ആണെന്നാണ് തോന്നുന്നത്. അതായത് അധികാര വിന്യാസം സ്ഥാപനങ്ങളിലൂടെ എന്ന് പറഞ്ഞിട്ട് ഈ ചാപ്റ്റർ ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ ഒരു ചാപ്റ്റർ ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇതിൽ കമ്മീഷൻസ് ഒക്കെ ഒരുവിധപ്പെട്ട കമ്മീഷൻസ് ഒക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിക്കാനും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് പറ്റും. പക്ഷേ ഇത് മാത്രം പോരാ, നമുക്ക് അതിൻ്റെ മേലെ കുറച്ചും കൂടെ അധികം കാര്യങ്ങൾ വേണം. അത് നിങ്ങൾ എന്ത് ചെയ്യുക, എക്സ്ട്രാ ആയിട്ട് പഠിക്കേണ്ടതാണ്. പക്ഷേ ബേസിക് ആയിട്ട് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും കമ്മീഷൻസിനെ പറ്റിയിട്ട് പഠിക്കാൻ ഒരു ബേസ് കിട്ടും. ഏതിൽ നിന്ന്? ഈ ഒരു ചാപ്റ്ററിൽ നിന്ന്. ഇനിയുള്ള എക്സാമുകളിലൊക്കെ ഒരുപാട് ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു ചാപ്റ്ററാണിത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്ത് ചെയ്യുക, നന്നായിട്ട് പഠിക്കാം.